ഹലോ മൈ ഡിയേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള സെന്റൻസുകൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അല്ലേ. നമുക്ക് സാധാരണ ഉപയോഗിക്കുന്നതായിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഒരു 10 സെന്റൻസുകൾ ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. വളരെ എളുപ്പമുള്ള സെന്റൻസുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ഫസ്റ്റ് സെന്റൻസ്, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാമോ, ചിലപ്പോൾ നമുക്ക് എന്താണ് ആവശ്യം വരുന്ന ഒരു സെന്റൻസ് ആട്ടോ. അപ്പൊ ഇതെല്ലാം നമുക്ക് പറയാം ചെയ്യാമോ എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ വിൽ യു വെച്ചിട്ട് ചോദിക്കാല്ലേ. ഇതൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാമോ, ചെയ്യാമോ എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ അല്ലേ. നിങ്ങൾ ഒന്ന് അവിടെ ഇരിക്കാമോ, നിങ്ങൾ ഒന്ന് പോകാമോ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് വിൽ യു വെച്ച് ചോദിക്കാം കേട്ടോ. അപ്പം വിൽ യു ഹെൽപ് മീ, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാമോ. ഇങ്ങനെ വിൽ യു എന്ന് വെച്ചാൽ ചെയ്യാമോ എന്നാണ് കേട്ടോ. അപ്പൊ വിൽ യു ഹെൽപ് മീ, നിങ്ങൾ സഹായിക്കാമോ, എന്നെ ഒന്ന് സഹായിക്കാമോ. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, നിങ്ങൾ അവിടെ എത്തിയാൽ ഉടനെ എന്നെ വിളിക്കാമോ എന്നാട്ടോ. അവിടെ എത്തിയാൽ ഉടനെ വിളിക്കാമോ, ഇതെങ്ങനെ ചോദിക്കാം. അപ്പൊ ഇതും എങ്ങനെയാണ്, ചെയ്യാമോ എങ്ങനെയാണ് അല്ലേ. സോ നമുക്ക് വിൽ വെച്ച് തന്നെ തുടങ്ങാം. വിൽ യു കോൾ മീ എന്നാട്ടോ. Will you call me, എന്നെ വിളിക്കാമോ. അവിടെ എത്തിയാൽ ഉടനെ will you call me soon, ഉടനെ soon after reaching there, എന്താണ് എത്തുക എന്നല്ലേ. soon after reaching there. Okay, will you call me soon after reaching there. will you call me, നിങ്ങൾ എന്നെ വിളിക്കാമോ. soon പെട്ടെന്ന്. ഓക്കെ, അവിടെ എത്തിയാൽ ഉടനെ പെട്ടെന്ന് എന്നാണ് കേട്ടോ. സൂൺ ആഫ്റ്റർ റീച്ചിങ് ദേർ, അവിടെ എത്തിയതിനു ശേഷം എന്ന് വെച്ചാൽ അവിടെ എത്തിയാൽ ഉടനെ എന്നെ ഒന്ന് വിളിക്കാമോ എന്നായിട്ടോ. ഓക്കെ, ഇപ്പൊ 2 സെന്റൻസ് മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസുകൾ എന്താണ്, വേറെ കുറേ സെന്റൻസുകൾ ഉണ്ടല്ലേ. അതൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ അതിനൊന്ന് കാത്തു നിൽക്കാമോ, നിങ്ങൾ അവിടെ നിന്ന് പോകാമോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതിൽ വെച്ചിട്ട് ചോദിക്കാവുന്ന കേട്ടോ. ഓക്കെ, അതുപോലെ അടുത്ത സെന്റൻസ് നോക്കാം. 3ാമത്തെ സെന്റൻസ്, അവർ ഇന്ന് തിരിച്ചു വരും. എങ്ങനെ പറയാം നമുക്ക്. വില്ലാണല്ലേ, ഒരു എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത് അല്ലേ. കുറച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മള് വില്ല് വെച്ചിട്ടാണ് പറയാ അല്ലെ. ദേ വിൽ, എന്താണ് അവർ ചെയ്യും എന്ന്. ദേ വിൽ, അവരിന്ന് തിരിച്ചു വരും. ദേ വിൽ കം ബാക്ക്. തിരിച്ചു വരാന്നുള്ളതാണെങ്കിൽ കം എന്ന് മതി. തിരിച്ചു വരാന്നുള്ളതാകുമ്പോൾ കം ബാക്ക് എന്ന് വെച്ചാൽ ബാക്കിലോട്ട് വരിക എന്ന് ഓർത്തിട്ടോ. ദേ വിൽ കം ബാക്ക് ടുഡേ, ഇന്ന്. ഓക്കെ, they will come back today, അവർ ഇന്ന് തിരിച്ചു വരും. ഇനി അവർ ഇന്ന് തന്നെ തിരിച്ചു വരും എന്ന് പറയാനാണെങ്കിൽ നമ്മൾ ഇവിടെ itself എന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ കേട്ടോ. അവർ ഇന്ന് തന്നെ തിരിച്ചു വരും. they will come back today itself എന്ന് പറഞ്ഞാൽ കേട്ടോ. നെക്സ്റ്റ്, ഈ പ്രശ്നം നിങ്ങൾ എങ്ങനെ പരിഹരിക്കും. ഇത് നമുക്ക് പറയാം, ഈ പ്രശ്നം നിങ്ങൾ എങ്ങനെ പരിഹരിക്കും. അപ്പൊ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് എങ്ങനെ എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്, ഹൗ എന്നാണ് അല്ലേ. ഓക്കെ, ഹൗ. ഇനി എങ്ങനെ പരിഹരിക്കും എന്നാണ് അല്ലേ. എന്താണ് ഭാവിയിൽ പരിഹരിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതൊന്നും നമ്മൾ വിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് കേട്ടോ. ഹൗ വിൽ, എങ്ങനെ ചെയ്യും എന്നൊക്കെ. ഹൗ വിൽ സോൾവ്, പരിഹരിക്കാം എന്നുള്ളതിന് സോൾവ്. ഹൗ വിൽ സോൾവ് ദിസ് പ്രോബ്ലം, ഈ പ്രശ്നം. ദിസ് പ്രോബ്ലം, ഹൗ വിൽ സോൾവ് ദിസ് പ്രോബ്ലം. നിങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ യു കൂടെ ആയി കേട്ടോ. ഹൗ വിൽ യു സോൾവ് ദിസ് പ്രോബ്ലം, ഈ പ്രശ്നം നിങ്ങൾ എങ്ങനെ പരിഹരിക്കും. ഹൗ യു സോൾവ് ദിസ് പ്രോബ്ലം എന്ന് പറയാം. ഓക്കെ, അപ്പൊ 4 സെന്റൻസുകൾ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് 5ാമത്തെ സെന്റൻസ് നോക്കാം. 5ാമത്തെ സെന്റൻസ്, അയാൾക്ക് ഒരു പക്ഷേ സത്യം അറിയില്ലായിരിക്കും. ഇവിടെ എന്താണ്, ഒരു ചാൻസ് ആണ് അല്ലെ. സത്യം അറിയില്ലായിരിക്കും, ഒരു പക്ഷേ എന്നാണ് പറഞ്ഞല്ലേ. സോ നമുക്ക് മേ വെച്ചിട്ടൊരു എന്താണ് പറയാം കേട്ടോ. ഹി മേ എന്താണ്, നമ്മൾ ചാൻസസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് സാധ്യതകൾ പറയുമ്പോൾ നമുക്ക് ഇവിടെ മേ യൂസ് ചെയ്യാം കേട്ടോ. ഹി മേ അറിയില്ലായിരിക്കും എന്നാണ്. സോ നമുക്ക് നോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഹി മേ നോട്ട് നോ, അറിയാന്നുള്ളത് നോ. ഹി മേ നോട്ട് നോ, അയാൾക്ക് ഒരു പക്ഷേ അറിയില്ലായിരിക്കാം എന്നായിട്ടോ. ഹി മേ നോട്ട് നോ എങ്കിൽ സത്യം. ഹി മേ നോട്ട് നോ ദ ട്രൂത്ത്, സത്യം. അയാൾക്ക് ഒരു പക്ഷേ സത്യം അറിയില്ലായിരിക്കാം. ചിലപ്പോൾ അറിയാതിരിക്കാം എന്നാണ്, ചിലപ്പം അറിയില്ലായിരിക്കാം. അങ്ങനെയുള്ള ചാൻസസ് പറയുമ്പോൾ നമ്മൾ മേ എന്നുള്ള മോഡൽ ഓക്സിലറി വേർബ് വെച്ചിട്ട് വേണം പറയാനായിട്ട് കേട്ടോ. ഹി മേ നോട്ട് നോ ദ ട്രൂത്ത് എന്ന് പറയാം. നെക്സ്റ്റ്, നമുക്ക് അയാളോട് ചോദിക്കാം, ഒരു പക്ഷേ അയാൾക്ക് സത്യം അറിയാമായിരിക്കാം. ഓക്കെ, നമുക്ക് അയാളോട് ചോദിക്കാം, ഒരു പക്ഷേ അയാൾക്ക് സത്യം അറിയാതിരിക്കാം. ഇതെങ്ങനെ പറയാം, നമുക്ക് അയാളോട് ചോദിക്കാം എന്ന് ചോദിക്കാം. ഓക്കെ, ലെറ്റ്സ് ആസ്ക്, ചോദിക്കാം എന്നല്ലേ. ലെറ്റ്സ് ആസ്ക്,
ഹിം. ഓക്കെ, നമുക്ക് അയാളോട് ചോദിക്കാം. ലെറ്റ്സ് ആസ്ക് ഹിം. ലെറ്റ്സ് ആസ്ക് ചോദിക്കാം. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം, പോകാം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഇങ്ങനെ തുടങ്ങാം അല്ലേ. ലെറ്റ്സ് ആസ്ക് ചോദിക്കാം, ലെറ്റ്സ് ഗോ പോകാം, ലെറ്റ്സ് സിറ്റ് ഇരിക്കാം. ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ലെറ്റ്സ് വെച്ച് തുടങ്ങാം കേട്ടോ. അപ്പൊ ലെറ്റ്സ് ആസ്ക് ഹിം, നമുക്ക് അയാളോട് ചോദിക്കാം. എന്ത്? ലെറ്റ്സ് ആസ്ക് ഹിം, നമുക്ക് അയാളോട് ചോദിക്കാം. ഒരു പക്ഷേ അയാൾക്ക് സത്യം അറിയാമായിരിക്കാം. ഇവിടെ മുകളിൽ പറഞ്ഞ അതേ സെന്റൻസ് തന്നെയല്ലേ, അറിയില്ലായിരിക്കാം എന്ന് ഇവിടെ അറിയാമായിരിക്കാം എന്നല്ലേ. എങ്ങനെ പറയാം? ഒരു പക്ഷേ ഹി മേ നോ അറിയാമായിരിക്കാം. ഹി മേ നോ ദ ട്രൂത്ത്, അയാൾക്ക് ഒരു പക്ഷേ സത്യം അറിയായിരിക്കാം എന്നാലേ. ലെറ്റ്സ് ആസ്ക് ഹിം ഹി മേ നോ ദ ട്രൂത്ത്. അപ്പൊ നമ്മൾ 6 സെന്റൻസുകൾ ഡിസ്കസ് ചെയ്തു അല്ലേ. നമുക്ക് 7ാമത്തെ സെന്റൻസ് നോക്കാം. ജോലി ചെയ്ത് തീർന്നെങ്കിൽ ഇന്ന് നേരത്തെ പോയിക്കോളൂ. ജോലി ചെയ്ത് തീർന്നെങ്കിൽ ഇന്ന് നേരത്തെ പോയിക്കോളൂ എന്നാണ് പറഞ്ഞത്. എങ്ങനെ പറയാം നമുക്ക്? ഇന്ന് നേരത്തെ പോയിക്കോളൂ എന്നാണ് മുന്നല്ലേ. അപ്പൊ എന്താണ്? യു നിനക്കാണല്ലോ പോകേണ്ടത്. അപ്പൊ യു മേ ഗോ, നിനക്ക് പോകാം. യു മേ ഗോ, നിനക്ക് പോകാം. ഏർലി നേരത്തെ. യു മേ ഗോ ഏർലി ടുഡേ, ഇന്ന്. യു മേ ഗോ ഏർലി ടുഡേ. എങ്ങനെയാണെങ്കിൽ ജോലി ചെയ്ത് തീർന്നെങ്കിൽ എന്നാണല്ലേ. അപ്പൊ എങ്കിൽ എന്നുള്ള അർത്ഥം കിട്ടാനായിട്ട് നമുക്ക് ഇവിടെ ഇഫ് എന്ന് ആഡ് ചെയ്യാം കേട്ടോ. ഇഫ് യു ഹാവ് ഫിനിഷ്ഡ്, ഇഫ് യു ഹാവ് ഫിനിഷ്ഡ് എന്ന് വെച്ചാൽ നീ ജോലി ചെയ്ത് തീർന്നെങ്കിൽ. ഇഫ് യു ഹാവ് ഫിനിഷ്ഡ് വർക്ക്. ഓക്കെ, if you have finished the work, ജോലി ചെയ്ത് തീർന്നെങ്കിൽ ഇന്ന് നീ നേരത്തെ പോയിക്കോളൂ. You may go early today if you have finished the work എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 7 സെന്റൻസ് കഴിഞ്ഞില്ലേ. അപ്പൊ നമുക്ക് 8ാമത്തെ സെന്റൻസ് നോക്കാം. 8ാമത്തെ സെന്റൻസ്, ഇത്രയും ക്രൂരമായി പെരുമാറരുത്. അപ്പൊ 3 സെന്റൻസ് ഉണ്ട്. ലാസ്റ്റത്തെ 3 സെന്റൻസ് സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആട്ടോ. ഇത്രയും ക്രൂരമായിട്ട് പെരുമാറരുത്. അരുത് എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഡോണ്ട് എന്നാണ് യൂസ് ചെയ്യുക കേട്ടോ. ഡോണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് തുടങ്ങാല്ലേ. Don't behave, പെരുമാറുക എന്നുള്ളതിന് behave. Don't behave so cruelly. Don't behave so cruelly. ഇത്ര അങ്ങോട്ട് ക്രൂരമായിട്ട് പെരുമാറണ്ടെന്ന് കേട്ടോ. Don't behave so cruelly എന്ന് പറയാം കേട്ടോ. ക്രൂരൽ എന്ന് വെച്ചാൽ ക്രൂരതയാണ് കേട്ടോ. Then ഉറങ്ങുമ്പോൾ എന്നെ ശല്യം ചെയ്യരുത്. ഏതെങ്കിലും നമുക്ക് പറയാം, ഉറങ്ങുമ്പോൾ എന്നെ ശല്യം ചെയ്യരുത്. Don't disturb, ശല്യം ചെയ്യുക എന്നുള്ളതിന് disturb. Don't disturb my sleep എന്ന് പറയാം കേട്ടോ. Don't disturb my sleep എന്ന് പറയാം. അല്ലെങ്കിൽ don't disturb when I'm sleeping എന്നൊന്നും പറയണ്ട. Don't disturb my sleep എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞത് കാര്യമാക്കരുത്. ലാസ്റ്റ് സെന്റൻസ് അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. ഞാൻ പറഞ്ഞത് കാര്യമാക്കരുത് കേട്ടോ. അത് നീ തള്ളിക്കളയും, നിസ്സാരമായിട്ട് എടുക്കുന്നു പറയും നമ്മളെ. ഇതെങ്ങനെ പറയാം? Don't mind my words. Don't mind, നീ അത് മൈൻഡ് ആക്കരുത് കേട്ടോ. Don't mind my words, എന്റെ വാക്കുകൾ നീ മൈൻഡ് ആക്കരുത് കേട്ടോ. എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞത് നീ കാര്യമാക്കരുത്, അത് നീ നിസ്സാരാക്കിയിട്ട് തള്ളിക്കളയുന്ന കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 10 സെന്റൻസുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട സെന്റൻസുകളാണ്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.